സൺറൈസ് വൈറ്റ് എന്നാണ് പറയുന്നത്. സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും ചേർന്നുള്ള ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണിത്. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലാന്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഇത് ഉണ്ടായിരുന്നു, ഒരുപാട് സെയിലായ ഒരു പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് റെഡ് ആൻഡ് വൈറ്റ് മിക്സഡ് പ്ലാന്റ്. ഇത് ഇന്റർനാഷണൽ പിങ്ക് ലേറ്റസ്റ്റ് ആണ്. ഇന്റർനാഷണൽ പിങ്കും നമ്മുടെ സൺറൈസ് വൈറ്റും കൂടെ ചേർന്ന മിക്സഡ് പ്ലാന്റ് ആണ്. അതിമനോഹരമാണ് ഇത് കാണാൻ. ഇത് തിക്കായിട്ട് പോകേണ്ടാവുന്ന ഇനമാണ്, രണ്ടിനങ്ങളും. ഇത് ലേറ്റസ്റ്റ് ആണ്, മഹാറാണി. പേര് പോലെ തന്നെ ഒരു മഹാറാണി എന്ന് പറയാം. ആദ്യം വൈറ്റ് കളറാണ് വരുന്നത്, പിന്നീട് ഇതാ ഈ ഓറഞ്ച് ഷെയ്ഡ് വരും, പിന്നീട് ഫുൾ ഓറഞ്ച് ആകും. പിന്നെ ചിലപ്പോൾ അടുത്ത ഫ്ലവറിങ്ങിൽ വരുമ്പോൾ വൈറ്റിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഫുള്ള് പിങ്ക് ആവുന്ന, ഇങ്ങനെ മാറി മാറി പൂക്കൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഫ്ലവർ ആണ് ഇത്. ഹവായ് വയലറ്റും ഹവായ് മജന്തയും കൂടെ ചേർന്ന ഒരു വെറൈറ്റിയാണ്. രണ്ടും വെറിഗേറ്റഡ് ലീഫാണ് ഇതിന്റെ പ്രത്യേകത. ബിസാ പീച്ച് ആണ് കേട്ടോ, തിക്കായിട്ട് ബിസാ പീച്ച് ഉണ്ട്. അടുത്തത് സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും ചേരുന്ന കോംബോയാണ്. കണ്ടോ ഫ്ലെയിം റെഡിന്റെ ആ കളർ കണ്ടോ? ഇതോ അത് മഹാറാണി. കണ്ടോ കളർ ഷെയ്ഡ് മാറി നല്ല അട്രാക്റ്റീവ് ആണ്. ഇത് മഹാറാണി തന്നെയാണ് കേട്ടോ. അതും അതും മഹാറാണി തന്നെയാണ്. അത് അടുത്ത ഫ്ലവറിംഗ് ആകുമ്പോൾ ആയി വരും. ഇത് വൈറ്റ് മാറി ഇത് ഫ്ലവർ ലാസ്റ്റ് ആണ്, ലാസ്റ്റ് ഫ്ലവറിംഗ് ആണ്. അതാണ് ഇങ്ങനെ വരുന്നത്. ഫ്യൂഷ്യ ബട്ടർഫ്ലൈ. ഇത് ചെറുതായിട്ട് വിടർന്ന് ഇതാണിത്. ഇത് സൺറൈസ് വൈറ്റും പീച്ചും കൂടെ ചേർന്ന ഒരു ഇനമാണ്. സൺറൈസ് വൈറ്റിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞതാണ്, ഒരു കോംബോയാണിത്. ഫയറോപ്പാല് മാത്രമുള്ള തിക്കായിട്ട് പോകണ്ടാവുന്ന ഇനമാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഫ്ലെയിം റെഡ് മാത്രം ഉള്ളതാണ്, തിക്കായിട്ട് പോകണ്ടാവുന്ന ഒരു ബുഷി പ്ലാന്റ് ആണ് ഇത്. ഫയറോപ്പാല് മാത്രമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, വളരെ തിക്കായിട്ട് പോകണ്ടാവുന്ന ഇനമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാം, കിളിയൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇടക്ക്. അത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയായി ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് അടുത്ത ഫ്ലവറിങ് ആയി വരുവാണ്. ഇത് ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്ന കണ്ടോ. ബൊഗൈൻവില്ല ഗാർഡന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ, നിരവധി ബട്ടർഫ്ലൈ വരുന്നുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള. ഇതിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഫ്ലവറിൽ എന്തെങ്കിലും തേൻ കാണുമായിരിക്കും, അതാണെന്ന് തോന്നി ഇവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. നമസ്കാരം, ഞാനിന്ന് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരു വലിയ ബൊഗൈൻവില്ല ഗാർഡനിലാണ്. നോക്കി, ഒരു 30ഓളം വെറൈറ്റി ഉണ്ട്. 30ഓളം വെറൈറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും മൾട്ടി ക്രാഫ്റ്റഡ് ബൊഗൈൻവില്ലേഴ്സാണ് കൂടുതലും ഇവരിവിടെ ചെയ്യുന്നത്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ വന്നിട്ടുള്ള ഒരു ഗാർഡനാണിത്. സിജി ശ്യാമ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് നടത്തുന്നത്. ചേർത്തലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ബൊഗൈൻവില്ല ഇനിയിപ്പോൾ സീസണല്ല, നവംബർ ഡിസംബർ ജനുവരി ഒക്കെ സീസണാണ്. പിന്നെ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം അത്യാവശ്യം കുറച്ച് പൂക്കൾ കുറവാണ്. പിന്നെ കൊടുക്കാനുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ വേറെ, അത് ഞാൻ കാണിച്ചു തരാം. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കൂടുതലും ഈ ടൈപ്പ് ഇങ്ങനെ നിങ്ങൾ തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുക്കണല്ലേ? മൾട്ടി ക്രാഫ്റ്റഡ് ബൊഗൈൻവില്ലാസ് ആണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഇതൊക്കെ അങ്ങനെ തന്നെ, ഒരു ചെടി തന്നെ പല കളർ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കുറച്ച് റേറ്റ് വരുന്ന ചെടികളാണ് അല്ലേ? ഇതാണ് ഇവരെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ ഇതുണ്ട നല്ല ഭംഗിയുള്ള 2 ടൈപ്പ് ഫ്ലവർ, അതായത് വൈറ്റും റെഡും. ഇതിന്റെ ഐഡി യഥാർത്ഥത്തിൽ സൺറൈസ് വൈറ്റ് എന്നാണ് പറയുന്നത്. സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും ചേർന്നുള്ള ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണിത്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലാന്റ് ആണ്. അതെ, കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഇത് ഉണ്ടായിരുന്നു, ഒരുപാട് സെയിലായ ഒരു പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് റെഡ് ആൻഡ് വൈറ്റ് മിക്സഡ് പ്ലാന്റ്. ഇത് 3 കളർ. ഇത് അതായത് മിസ് വേൾഡ്, ഇതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് ഇത് ആദ്യം വൈറ്റ് കളറാണ് വരുന്നത്, അതിന് ശേഷമാണ് ഈ പിങ്ക് ഷെയ്ഡ് വരുന്നത്, പിന്നീട് ഫുള്ള് പിങ്കായിട്ട് നന്നായിട്ട് പൂവുണ്ടാവുന്ന ഇനമാണ്. പിന്നെ ഇത് ഫ്ലെയിം റെഡ് ഫയറോപ്പാല്. ഫയറോപ്പാൽ എന്ന് വെച്ചാൽ നല്ലൊരു തീക്ഷ്ണമായ ഒരു ഓറഞ്ച് കളറാണ്, നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്. ചില്ലി റെഡിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ ഫ്ലെയിം റെഡിനാണ്. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം. ഇത് ഇന്റർനാഷണൽ പിങ്ക് ലേറ്റസ്റ്റ് ആണ്. ഇന്റർനാഷണൽ പിങ്കും നമ്മുടെ സൺറൈസ് വൈറ്റും കൂടെ ചേർന്ന മിക്സഡ് പ്ലാന്റ് ആണ്. അതിമനോഹരമാണ് ഇത് കാണാൻ. ഇത് തിക്കായിട്ട് പോകണ്ടാവുന്ന ഇനമാണ്, 2 ഇനങ്ങളും. ഈ ചെടിമ 2 കളറാണ്. നമ്മൾ കളർ കോമ്പിനേഷൻ നല്ല കളർ. അതായത് ഇപ്പോൾ സിംഗിൾ കളർ ആണെങ്കിൽ ഒരു വിലയും, ഡബിൾ കളർ ആണെങ്കിൽ അതിനും കൂടുതലും, 3 കളർ ആണെങ്കിൽ പിന്നെ വില കൂടും അല്ലേ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് തിക്കായിട്ട് പോകണ്ടാവുന്ന ഇനത്തിന് കൂടുതൽ വില വരും. പിന്നെ അതുപോലെ താഴ്ത്തടിയുടെ വണ്ണവും അനുസരിച്ചിരിക്കും.
ഇത് സിംഗിൾ കളറാ? ഇത് സിംഗിൾ കളർ സൺറൈസ് വൈറ്റ് മാത്രമുള്ള ഒരു ഇനമാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. സൺറൈസ് വൈറ്റിന് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ്. ഇപ്പോൾ പൂ കഴിഞ്ഞ് നിൽക്കുവാണ്. ഇത് സൺറൈസ് വൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 50 ദിവസത്തോളം പൂ കൊഴിഞ്ഞു പോകത്തില്ല. തിക്കായിട്ട് പോകണ്ടാവുന്നതിനാണ്. നല്ല പ്യുവർ വൈറ്റും ആണ്. ഇത് ലേറ്റസ്റ്റ് ആണ് മഹാറാണി. പേര് പോലെ തന്നെ ഒരു മഹാറാണി എന്ന് പറയാം. ആദ്യം വൈറ്റ് കളറാണ് വരുന്നത്, പിന്നീട് ഇതാ ഈ ഓറഞ്ച് ഷെയ്ഡ് വരും, പിന്നീട് ഫുൾ ഓറഞ്ച് ആകും. പിന്നെ ചിലപ്പോൾ അടുത്ത ഫ്ലവറിങ്ങിൽ വരുമ്പോൾ വൈറ്റിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഫുള്ള് പിങ്ക് ആവുന്ന, ഇങ്ങനെ മാറി മാറി പൂക്കൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഫ്ലവർ ആണ് ഇത്. ശരിക്കും നമുക്ക് ഇപ്പോൾ ഈ പൂക്കൾ നിൽക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ജനുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും കഴിയും ഇതിന്റെ സീസൺ? എങ്ങനെയാണ്? ഒരു മെയ് വരെ ഫ്ലവറിങ്. പിന്നെ ജൂൺ മഴക്കാലത്ത് കാലവർഷം ആ ടൈമിൽ നമുക്ക് റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിലും പൂ ഉണ്ടാവും. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഇവിടെയൊക്കെ ചെറിയ ഇതിന്റെ തൈകൾ കൊടുക്കാനുള്ളതാ. തൈകളെല്ലാം കൊടുക്കാനുള്ളതാണ്. നമുക്ക് തൈകൾ ഗ്രാഫ്റ്റഡ് അല്ല. തൈകൾ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഡിസംബർ ആകുമ്പോൾ ഒരു ഡിസംബർ പകുതിയോടെ ഇതെല്ലാം പൂവിട്ട് തുടങ്ങുമെന്ന്. കൂടുതലും ഫ്ലെയിം റെഡ്, സൺറൈസ് വൈറ്റ് ഉണ്ട്. നമുക്ക് പൂവിട്ട് തുടങ്ങിയാലേ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. തൈകളാകുമ്പോൾ ഒരു 300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ, അതെന്തായാലും കൊള്ളട്ടെ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്, ആ വൈറ്റും റെഡും അല്ലേ? അതെ, ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊടുക്കാനുള്ള ചെടികളാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് കൊറിയറും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇതൊക്കെ പല കളേഴ്സ് ഉണ്ടല്ലോ, 3 കളേഴ്സ്. അതെ, 3 കളറുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു ബുഷി പ്ലാന്റ് ആണിത്. എന്താ സൺറൈസ് വൈറ്റ്. ഇത് ഇത്രയും തന്നെ ഹൈറ്റും ഇതൊക്കെ വരുള്ളൂ അല്ലേ? ഇത് ഇനി കൂടുതൽ ഹൈറ്റ് വരില്ല. നമുക്ക് ഇത് ഇപ്പൊ ഒരു ചെറിയ തൈത്തടി ആയത് കാരണമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. തൈത്തടിയുടെ വലിപ്പം അനുസരിച്ച് ഹൈറ്റ് കൂടും. ഇത് നമ്മൾ ബുഷിയായിട്ട് നിർത്തുന്നതാണ്. ഈ പ്ലാന്റ് എല്ലാം കട്ട് ചെയ്ത് നിർത്തുന്നതാണ് പോട്ടിൽ അനുസൃതമായി. ഇത് ഫ്ലെയിം റെഡ്, സൺറൈസ് വൈറ്റ്, ഫയറോപ്പാല്. അത് ഫയറോപ്പാലും ഫ്ലെയിം റെഡും കൂടെ ചേർന്ന വെറൈറ്റിയാണ്. അത് മൊട്ടാണ് നിറയെ. പൂവാകുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു കോംബോയാണത്. പച്ചക്കറി ഉണ്ടല്ലോ, കൊടുക്കാനുള്ളതാ? ഇത് കൊടുക്കാനുള്ളതല്ല, ഇവിടുത്തെ കൃഷിയാണ്. ഇത് വ്യത്യസ്തമായ റൂബി റെഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇനമാണ് റൂബി റെഡ്. കഴിഞ്ഞ വർഷം ഇതിന്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ മൾട്ടി ക്രാഫ്റ്റഡ് ആണല്ലേ? അതെ അതെ. ഇതും കൊള്ളാം. മഹാറാണി. ഇത് എത്ര കളേഴ്സ് ഉണ്ട്? മഹാറാണി ഇത് ഒരു പ്ലാന്റ് ആണ്. ഇങ്ങനെ കളർ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്, തിക്കായിട്ട് പോകണ്ടാവുന്നതിനാണ്. ലേറ്റസ്റ്റ് ആണ് കേട്ടോ മഹാറാണി. റെഡിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, റെഡ് വെൽവെറ്റ് എന്ന് പറയും. നമ്മുടെ ഫ്ലെയിം റെഡ് അല്ല, റെഡ് വെൽവെറ്റും സൺറൈസ് വൈറ്റും കൂടെ ചേർന്ന ഒരു കോംബോയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു റെഡാണ്. ഇത് നിങ്ങളെ ഇങ്ങനെ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുള്ള മഴക്കാല ആ ടൈമിൽ നമ്മൾ ചാണകം, കള്ളപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് ഒക്കെ എടുക്കുന്നുണ്ട് ഓഫ് സീസണിൽ. അതേസമയം പൂവിട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ NPK, DAP ഉപയോഗിക്കാറുള്ളത്. അതൊരു 15 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കും. ഇത് സൺറൈസ് വൈറ്റ്, ഫയറോപ്പാല്, റൂബി റെഡ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ള ഒരു ചെടിയാണ്. പക്ഷെ ഇപ്പൊ ഇതുമ്മ പൂക്കളില്ല, പൂവായി വരുന്നതേ ഉള്ളൂ. ഫ്ലവേഴ്സ് ആയിരിക്കും. അതെ അതെ. ഇത് വെച്ചിട്ടാണ് പലരും വീഡിയോ തുടങ്ങാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു ലൗച്ചിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മഴ കാരണം പൂക്കളിപ്പോൾ കുറവാണ്. ഇതൊരു ഒറ്റ സ്റ്റിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്ലെയിം റെഡ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പൂവായി വരുന്നതേ ഉള്ളൂ. പൂവായി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് പൂവുണ്ടാകുന്ന ഇനമാണ്. അതും എത്ര കളേഴ്സ് ഉണ്ട്? ഇതിലൊരു 7ഓളം കളേഴ്സ് ഉണ്ട്. പൂ ഒരു ഫ്ലവറിങ് കഴിഞ്ഞതാണ്, ഇനി അടുത്ത ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളൂ. ചില്ലി വെറൈറ്റീസ് ആണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ചില്ലി റെഡ്, ചില്ലി യെല്ലോ, റൂബി റെഡ്, സൺറൈസ് വൈറ്റ്, പിന്നെ ഒരു ഓറഞ്ച് കളർ, അതിൻ്റെ ഐഡിയ അറിയില്ല. അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉള്ള ഒരു ഫ്ലെയിം റെഡ് ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള പ്ലാന്റ് എന്ന് പറയാം. നിങ്ങൾ എത്ര കൊല്ലമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ ആ കോവിഡ് ടൈമിൽ ഒരു പാഷനായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം. 2 വർഷമായില്ലേ? ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്? ദൂരെ ഹോൾസെയിലും കൊടുക്കാറുണ്ട്. നഴ്സറിക്കാർ വന്നെടുത്തോണ്ട് പോകാറ്. അതുണ്ടല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കി തുടങ്ങാം. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് ബിഗ് പ്ലാന്റ് ആണ്. ഓരോ സിംഗിൾ വെറൈറ്റി ഉണ്ട്, മൾട്ടി കളർ ഉണ്ട്. ഇത് ഇന്റർനാഷണൽ പിങ്ക് മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പൂവായി വരുന്നതേ ഉള്ളൂ. പിന്നെ പൂ കഴിഞ്ഞവയാണ്. ഇത് ബിർസ റെഡ് ആയിരുന്നു. ഇത് പൂ കഴിഞ്ഞു. ഇനി അടുത്ത ഫ്ലവറിങ് ആകണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂവായി തുടങ്ങും. സാഫാണോ? അതെ, സാഫാണ് അടിച്ചു കൊടുക്കുന്നത്. ഫംഗസ്
ബാധയൊക്കെ ഒഴിവാക്കാനായിട്ടാണ്. ശരി. ഇതിനങ്ങനെ പെട്ടെന്ന് ഫംഗസ് ബാധ വരുമോ? പെട്ടെന്ന് വരില്ല, അതേസമയം മഴക്കാലത്ത് നമ്മളൊരു കെയർ ആവശ്യമുണ്ടല്ലോ, ഇപ്പൊ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ കുറച്ച് കൊല്ലം പഴക്കത്തിയ പ്ലാന്റ്സ് ആട്ടോ. ഇത് സക്കുറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള ഒരു ഫ്ലവർ ആണ്. അത് ലീഫും വെർഗേറ്റഡ് ആണ്. ഇതോ ഈ ഇവിടെ ഇരിക്കണ ഈ സൈഡിൽ ഇത് ഹവായ് വൈറ്റും സക്കുറയും ചേർന്ന ഒരു പ്ലാന്റ്. ഹവായ് വൈറ്റിന്റെ ലീഫാണ് വലുതായിട്ട് കാണുന്നത്. സക്കുറയുടെ ലീഫ് വളരെ ചെറുതാണ്. പ്ലാന്റ് ആണ്, പോയിട്ട് വരുന്നതേ ഉള്ളൂ. ഇത് സൺറൈസ് വൈറ്റ് മാത്രമുള്ള ഒരു ബിഗ് പ്ലാന്റ് ആണ്. ഇത് ഒരു ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, ഒരു വലിയ പ്ലാന്റ് ആണ്. സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും കൂടെ ചേർന്ന ഒരു പ്ലാന്റ് ആണ്. വൈറ്റിന്റെ കൂടെ എപ്പോഴും റെഡാണ് ആപ്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് റെഡ് ചേർക്കുന്നത്. പിന്നെ വൈറ്റ് ഏത് കളറിനോട് മാച്ച് ആണ്, റെഡ് ആകുമ്പോൾ കൂടുതൽ. അതെ അതെ, എത്ര കൊല്ലം ഉണ്ടാവും നമുക്കറിയില്ല. അവര് പറഞ്ഞു തരുന്ന അറിവേ ഉള്ളൂ. അവിടുത്തെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് അവര് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയം ഉള്ളതാണ്. ഇത് ഫയറോപ്പാല് മാത്രമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. വളരെ തിക്കായിട്ട് പൂണ്ടാകുന്ന ഇനമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് സൺറൈസ് വൈറ്റിൻ മാത്രമുള്ള ഒരു ബുഷി ആയിട്ടുള്ള ബിഗ് പ്ലാന്റ് ആണ്. പൂ കഴിഞ്ഞു വരുവാണ്, അതാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത്. സൺറൈസ് വൈറ്റിന്റെ പൂ കൊഴിഞ്ഞു പോകത്തില്ല, 50 ദിവസം നിൽക്കുകയും ചെയ്യും, കൊഞ്ഞു പോകത്തില്ല. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് ഫയറോപ്പാലും സൺറൈസ് വൈറ്റും ചേർന്ന ഒരു. ഇതൊക്കെ ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് നോക്കി എടുക്കണതാണ് നല്ലത് കേട്ടോ. അതെ അതെ, നമ്മൾ നേരിട്ട് വരാനാണ് കൂടുതൽ ആൾക്കാരോടും പറയുന്നത്. ഇതൊക്കെ ഈ വെറൈറ്റി ഏതാ? ഇത് ട്രൈ കളർ എന്ന് പറയും കേട്ടോ. തിക്കായിട്ട് പോകേണ്ടതാണ് ട്രൈ കളർ. ഇതും ഗ്രാഫ്റ്റ് ചെയ്തേക്കണല്ലേ? ഗ്രാഫ്റ്റഡ് പ്ലാന്റ്. അപ്പോൾ ഇതിന്റെ ഈ മാതൃസസ്യം ഇത് തന്നെയാണോ? ഇതാണ്. അല്ല, വേറെ ഈ സാധാ ബൊഗൈൻവില്ലയാണോ? അതെ അതെ, നമ്മളെല്ലാം സാധാരണ ലോക്കൽ ബൊഗൈൻവില്ലയിൽ പിന്നെ ഹൈബ്രിഡ് കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കാണാനും വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും വരുന്നുണ്ട്. അതെ, ഫോട്ടോ എടുക്കാനും ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും ബർത്ത്ഡേ ഒക്കെ സേവ് ദ ഡേറ്റ് എല്ലാത്തിനും ആളുകൾ എത്താറുണ്ട്. ഇതും നമ്മൾ നേരത്തെ കണ്ട ഒരു വെറൈറ്റിയാണ്. അതെ, ഫ്ലെയിം റെഡും ഫയറോപ്പാലും ചേർന്നത്. ഇത് ചേർന്നാൽ ഒരു നല്ല ഒരു ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഇത്രയും വലിപ്പമുള്ള ചെടികൾ എന്തായാലും നല്ലൊരു റേറ്റ് വരും തോന്നുന്നു. നല്ല ഹൗസ് വാമിംഗ് അത്യാവശ്യം ഒരു റേറ്റ് ഹൗസ് വാമിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇത് സിംഗിൾ കളർ ആണെങ്കിൽ ഒരു റേറ്റും മൾട്ടി കളർ ആണെങ്കിൽ വേറെ റേറ്റ് കിട്ടും. അപ്പോൾ ആയിരിക്കണത് വ്യത്യാസം. ചില സിംഗിൾ കളർ സെയിം മൾട്ടി കളർ ആണെങ്കിൽ സെയിം റേറ്റ് വരും. ചില സിംഗിൾ കളർ തിക്കായിട്ട് പോകണ്ടാകുന്ന ഇനമാകുമ്പോൾ ആ റേറ്റ് തന്നെ വരും. ഇനി നമുക്ക് ഇതിലേ അങ്ങോട്ട് പോകാം. ഈ ഇതൊക്കെ വേറൊരു വെറൈറ്റിയാണ്, അങ്ങനെ പടർത്തി എടുത്തേക്കണത്. ഇത് ചൈനീസ് റെഡ് എന്ന് പറയും. ചൈനീസ് റെഡും ഫയറോപ്പാലും. അപ്പോൾ ഇത് ബുഷായിട്ട് വളരണല്ല, ഇതിങ്ങനെ പടർത്താൻ വേണ്ടി മാത്രമാണ്. എല്ലാ ചെടികളും പടർന്നു പോകുന്നവയാണ്. നമ്മളിവിടെ പോട്ടിൽ വെക്കുന്ന കാരണം കട്ട് ചെയ്ത് നിർത്തുന്നതാണ്. എല്ലാ ചെടികളും നമുക്ക് പടർത്തുകയും ചെയ്യാം. ഇതൊക്കെ ചെറിയ മീഡിയം മൾട്ടി കളറാണ്. അദർണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല യെല്ലോ കളർ വന്നിട്ട് ഇതിൽ പിന്നീട് റെഡ് സ്പോട്ട്, റെഡ് സ്പോട്ട് വന്നിട്ട് ഇതങ്ങനെ ചേഞ്ച് ചെയ്ത പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ ചേഞ്ച് ആവും. ആദ്യം യെല്ലോ ആയിരിക്കും വരുന്നത്, പിന്നെ റെഡ് സ്പോട്ട് വരും, പിന്നെ ഫുള്ളി കളർ ആവും. ഇതിന്റെ ചെറിയ തൈകളുണ്ടോ? ഇല്ല, അദർണയുടെ ചെറിയ തൈകളില്ല. ഇതോ? അത് ഫയറോപ്പാലും സൺറൈസ് വൈറ്റും ബുഷി പ്ലാന്റ്. ഫയറോപ്പാൽ ഇതുപോലെ തിക്കായിട്ട് പോകണ്ടാകുന്ന ഇനമാണ്. ഇതൊരു പുതിയ ഇനമാണ്. ഫ്യൂഷ്യ ബട്ടർഫ്ലൈ എന്ന് പറയും. കണ്ടാൽ നമ്മുടെ കടലാസ് പോകാൻ തോന്നത്തില്ല, ഒരു സൂചി പോലെ പൂവുണ്ടാകുന്ന ഇനമാണ്. അത് തന്നെയാണ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വലിയ പ്ലാന്റ് കണ്ടില്ലേ, ട്രൈ കളറിന്റെ, അതിന്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണിത്. അവിടെ കണ്ടില്ലേ? അതെ അതെ, എല്ലാം സെയിലിനുള്ളത്. അതായത് ബിസ്സ മജന്തയും സൺറൈസ് വൈറ്റും കൂടെ ചേർന്ന പ്ലാന്റ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റെഡ് വയലറ്റ്, ലൈറ്റ് വയലറ്റ് അല്ലേ? ലൈറ്റ് വയലറ്റും വൈറ്റും ഓറഞ്ച് കളറും അല്ലേ? അല്ല, ഇത് സൺറൈസ് വൈറ്റും ഫയറോപ്പാലും മാത്രമേ ഉള്ളൂ. ആണല്ലേ? മഴ പെയ്തിട്ടായിരിക്കും ചെറിയൊരു വയലറ്റ് കളർ വന്നേക്കുന്നത്. അതൊരു പിന്നെന്തോ ഒരു പോളിനേഷൻ എന്തോ നടന്നതിൻ്റെ. ഇനി ഇതിലേ അങ്ങ് പോവാം. ഇതൊക്കെ എന്താ ഇവിടെ ഇരിക്കണത് ഈ സൈഡ്? ആ വയലറ്റ് അത് ട്രൈ കളർ, പൂ കഴിഞ്ഞതാണ് കേട്ടോ. അത് ഇനി അടുത്ത ഫ്ലവറിങ് ആയി വരണം. ഇതിലേതൊക്കെ? ഇത് സൺറൈസ് വൈറ്റും ബിസ്സ മജന്തയും.
ആ. നല്ലൊരു കോംബോയാണ്. ഇപ്പം നിങ്ങളെങ്ങനെ ഈ ക്രാഫ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടി? കുറച്ച് ബുദ്ധിമുട്ടല്ലേ? പിന്നെ പിടിച്ചു കിട്ടാനൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ഓഫ് സീസണിലാണ് അങ്ങനെ ചെയ്തൊക്കെ വെക്കാറില്ല. മഴക്കാലത്തിന് മുമ്പ്. മഴക്കാലത്തിന് മുമ്പ്, മഴക്കാലം ആ ടൈമിലാണ് ചെയ്യേണ്ടത്, ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 100 ചെയ്തൊരു 10 കിട്ടുള്ളൂ. അതെ അതെ. നമുക്കിപ്പം 6 കളറ് പിടിപ്പിച്ചാൽ ജസ്റ്റ് ചിലപ്പോൾ 3 കളറായിരിക്കും പിടിക്കുന്നത്. ഇതൊക്കെ പിന്നെ പച്ചക്കറി ഇതെന്താ? കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെയാണ്. വൈറ്റിലേതാ വെറൈറ്റി? ഇത് വൈറ്റിൽ കൂടുതൽ ഇവിടെ ഉള്ളത് സൺറൈസ് വൈറ്റ് തന്നെയാണ്. പിന്നെ ഹവായ് വൈറ്റ്. ഹവായ് വൈറ്റിന്റെ ലീഫ് വെർഗേറ്റഡ് ആയത് കാരണം അതിന്റെ പ്രത്യേകതയുണ്ട്. ബിർസ പീച്ചിന്റെ ഒരു സിംഗിൾ വെറൈറ്റിയാണ് ഇത്. ബിർസ പീച്ചും വൈറ്റും കൂടെ ചെയ്തകത്തുണ്ട്. ഇനി ഇതിന്റെ അകത്തുണ്ട് കേട്ടോ കുറച്ച്. നോക്കി ഇതെന്താ ഈ ഇതില്ല റെയിൻ ഷെൽട്ടർ വെച്ചിരിക്കുന്ന മഴക്കാലത്താണെങ്കിലും ഹൈബ്രിഡ് ചെടികൾ പൂക്കും. ശരി, അങ്ങനെ ഉണ്ടല്ലോ. വെയിലത്ത് വെക്കണമെന്നില്ല നമുക്ക്. പിന്നെ കൂടുതൽ സൗകര്യക്കുറവായത് കാരണം കുറച്ച് ചെടികൾ പുറത്തും വെച്ചിരിക്കുന്നു, ബാക്കി റെയിൻ ഷെൽട്ടറും വെച്ചിരിക്കുന്നു. അല്ലാതെ ഇതിന് അങ്ങനെ ഒരു മിതമായ വെയിൽ കൊള്ളണം അങ്ങനെ മിതമായ വെയിൽ കൊള്ളണം, നല്ല വെയിൽ വേണം, നല്ല വെയിൽ വേണം. ചൂടുള്ള ഇതാ ഞാൻ പറഞ്ഞില്ലേ, ബിർസ പീച്ചും വൈറ്റും കൂടെ ചേർന്ന കോംബോയാണ്. അതായത് വൈറ്റും മിസ് വേൾഡും കൂടെ ചേർന്ന ഒരു കോംബോയാണ്. ഇത് പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ജസ്റ്റ് ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ തുടങ്ങും. നല്ലോണം പൂക്കളുണ്ട്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് പോലെ അല്ല. അതെ, ഇതിലിതാ നിൽക്കുന്ന ബിർസ പീച്ചാണ് കേട്ടോ, തിക്കായിട്ട് ബിർസ പീച്ചുണ്ട്. അടുത്തത് സൺറൈസ് വൈറ്റും ഫ്ലെയിം റെഡും ചേരുന്ന കോംബോയാണ്. കണ്ടോ ഫ്ലെയിം റെഡിന്റെ ആ കളർ കണ്ടോ? ഇതോ? അത് മഹാറാണി. നല്ലൊരു കോമ്പിനേഷൻ ആണ്. കണ്ടോ കളർ ഷെയ്ഡ് മാറി നല്ല അട്രാക്റ്റീവ് ആണ്. ഇത് മഹാറാണി തന്നെയാണ് കേട്ടോ. അതും ഈ വൈറ്റും അതും മഹാറാണി തന്നെയാണ്. പക്ഷേ അതിന്റെ ഫ്ലവേഴ്സിന് വ്യത്യാസം ഉണ്ടല്ലോ, കുറച്ച് അത് അടുത്ത ഫ്ലവറിംഗ് ആകുമ്പോൾ ആയി വരും. ഇത് വൈറ്റ് മാറി ഇത് ഫ്ലവർ ലാസ്റ്റ് ആണ്, ലാസ്റ്റ് ഫ്ലവറിംഗ് ആണ്. അതാണ് ഇങ്ങനെ വരുന്നത്. ഇതേതാ? അത് സൺറൈസ് വൈറ്റ് ആണ്. ഇതൊക്കെ പ്രൂൺ ചെയ്യാനുള്ളതാണ്. അത് കാട് പോലെ നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഫ്യൂഷ്യ ബട്ടർഫ്ലൈ കളർ കണ്ടോ? ഇതിന്റെ ഫ്യൂഷ്യ ബട്ടർഫ്ലൈ ഇത് ചെറുതായിട്ട് വിടർന്ന് ഇതാണിത്. ഇത്രയുള്ള ചട്ടികളും വെക്കാലോ, ചെറിയ ചട്ടികൾ. വേര് അധികം ഉണ്ടാവില്ല അടിയിൽ അല്ലേ? കുറവായിരിക്കും. ഇവർ വെച്ചേക്കണ ചട്ടികൾ നോക്കി, ചെറിയ ചെറിയ ചട്ടികളാണ്. ഇത്രയും മതി ശരിക്കും അല്ലേ? അതെ, അത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആ പോട്ടിൽ വെക്കാമെന്ന് ഉദ്ദേശിച്ച് വെച്ചതാണ്. ഇതൊക്കെ ഫ്ലവർ ആയി വരുന്നുള്ളൂ. അതെ, അത്യാവശ്യം ഭയങ്കര കടവണ്ണുള്ള ചെടികളാണ്. ഇതൊക്കെ ഒരു 3 കളറൊക്കെ ഉണ്ട്, 4 കളർ. അതെ, ഉണ്ട്. പൂവിട്ട് തുടങ്ങി. അവിടെയൊക്കെ സൺറൈസ് വൈറ്റ് ഒക്കെ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പുറത്ത് കണ്ട പ്ലാന്റ്സിന്റെ അതേ സൈസുള്ള പ്ലാന്റ്സ് അല്ലേ? അതെ. ഇതിൽ വെറൈറ്റി ഏതാ? ഇതേതാ? ഇത് അത് ഇന്റർനാഷണൽ പിങ്ക്. ഇതും അത് തന്നെയാണോ? അതും അത് തന്നെയാണ്. നിറയെ പൂവുണ്ടാകുന്നതിനോ. ഇതൊക്കെ പല പല വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ ഇതിന്റെ തടി കണ്ടോ? ഇതിങ്ങനെ ബോൺസായി വളർത്തിയെടുത്തേക്കണം അല്ലേ? അതെ. ഇത് സക്കുറ എന്ന് പറയുന്ന ഇനമാണ്. പൂവിട്ട് തുടങ്ങിയിട്ടില്ല. ഇതും ഒരു ചെറിയ ചട്ടിലല്ലേ? അതെ. ഓവൽ ഷേപ്പ്. ഇതിനൊക്കെ എന്താ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്? എന്താ വളങ്ങൾ വേറെ എന്തെങ്കിലും? നമ്മൾ NPKയും DAPയും തന്നെയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. പിന്നെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉമി പൂഴി ആണ് ഇട്ടിരിക്കുന്നത്. ഉമിയും വേറെന്താ? പൂഴി അല്ലേ? പിന്നെ ഒരു സീസണൽ ഫ്ലവേഴ്സ് ആയ കാരണം കുറച്ച് നാൾ തീരെ പൂക്കൾ ഉണ്ടാവില്ല അല്ലേ? മഴക്കാലം ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ പൂത്തോളും. നിങ്ങളെ നമ്പർ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ പറഞ്ഞു. 9947324032. കൊറിയർ സ്റ്റാർട്ട് ചെയ്യാണ്ടാണ് അല്ലെങ്കിൽ അത് മെനക്കെടണം, അതുകൊണ്ട് ചെയ്യാത്തതാണ്. കൊറിയർ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ആവശ്യക്കാർ വരുന്നത്. അതുകൊണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് കേടുപാട് സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചെയ്യാത്തത്. വലിച്ചൊക്കെ എറിയുമ്പോൾ അത് ഇതായി പൊട്ടി പോകും അല്ലേ? അതെ. അതൊരു കാര്യമാണ്. ഇത് കൊള്ളാലോ. ഇതെന്തെങ്ങനെ റൗണ്ട് ചെയ്തെടുത്തേക്കണം?
അതെ, ഇത് വളച്ചെടുത്തേക്കണം അല്ലേ? അല്ല, വളച്ചെടുക്കുന്നല്ല, അത് അങ്ങനത്തെ ഒരു അതെ, തായ്തടി കിട്ടിയതാണ് നമുക്ക്. ഇനി കൊടുക്കാനുള്ള ചെടികളാണ്, എല്ലാം കൊടുക്കാനുള്ള തന്നെ. എല്ലാം കൊടുക്കാനുള്ളതാണ്. ചെറിയ ചെടികളുണ്ട് കേട്ടോ, അത് ബാക്കിലല്ലേ? തൈകള് ആവശ്യമുള്ളവരുണ്ട്, വളർത്തി വലുതാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊക്കെ ചെറിയ വില ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ ഒരു തടി. ബൊഗൈൻവില്ല ഗാർഡൻസിൽ പലയിടത്തും പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വലിയ തടുകൾ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതാണ് കൊടുക്കാനുള്ള ചെടികൾ. പൂവായി വരുന്നതേ ഉള്ളൂ. ഇതൊരു ഡിസംബർ പകുതിയോടുകൂടി പൂവാകും. ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ? കൂടുതലും ഫ്ലെയിം റെഡ് ഉണ്ട്, ഫയറോപ്പാൽ ഉണ്ട്, ബിസ്സ പീച്ച് ഇടക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് നമുക്ക് പൂവ്. നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തെടുത്തേക്കണാണല്ലോ? അതെ, ഇവിടെ തന്നെ പിടിപ്പിക്കുന്നതാണ്. നമുക്ക് തൈകൾ പിടിച്ചു കിട്ടാനാണ് ബുദ്ധിമുട്ടും. മഴക്കാലത്തൊക്കെ കൂടുതൽ പരിചരണം ആവശ്യമായതുകൊണ്ടാണ് അത് പിടിച്ചു കിട്ടുന്നത്. ഒരു ബസ്സ. ഇനിയിപ്പോ നമ്മൾ ആദ്യമായിട്ട് ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിലേ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സൺലൈറ്റ്. അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഇടമായിരിക്കും. ഒരു 5-6 മണിക്കൂർ സൺലൈറ്റ് കിട്ടണം. പിന്നെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുക. വെള്ളം അധികം വേണ്ടെന്ന് തോന്നുന്നു. വെള്ളം വേണം. വെള്ളം പരിമിതമാണെന്ന് പറഞ്ഞാൽ ചിലർ വെള്ളമേ ഒഴിക്കാതെ ഇരിക്കും. അത് കാരണം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ശരി. പിന്നെ ഈ സീസൺ അങ്ങോട്ട് കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പൂ കഴിയുമ്പോഴും ഒന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്തൊക്കെ നിർത്താം. പിന്നെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക, NPK, DAP മാറി 15 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, നന്ദി.